നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം നാൾക്കുനാൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അല്ലെങ്കിൽ കടൽ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് ഗൾഫ് രാജ്യങ്ങൾ യുഎസിന് പ്രതിഫലം നൽകണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കടലിടുക്ക് വഴി കടന്നുപോകുന്ന എല്ലാ ചരക്കുകൾക്കും 20% നികുതി ഈടാക്കും. എന്നാൽ ഇറാനിയൻ കപ്പലുകളെ അകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് തടയുമെന്നാണ് ട്രംപിന്റെ വക ഭീഷണി. ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ നിലപാട് വ്യക്തമാക്കിയത്. യുഎസ് സൈനിക ഇടപെടലുകൾ ഇറാന്റെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തി എന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നു. അവരുടെ നാവിക വ്യോമ ആസ്തികൾ വലിയ തോതിൽ നശിപ്പിച്ചു എന്നും ഇറാന് ഇപ്പോഴും സൈനികമായി ചെറിയ തോതിൽ ശക്തിയുണ്ട് എന്നും അദ്ദേഹം സമ്മതിച്ചു. ഭൂരിഭാഗവും യുഎസ് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാൻ സൈന്യത്തിലുണ്ടായ 159 കപ്പലുകളും കടലിൽ താഴ്ത്തി കളഞ്ഞു. കൂടാതെ ഇറാന്റെ വിമാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യാവസായികമായ ആയുധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പിടിച്ചെടുത്തെന്നും ട്രംപ് പറയുന്നു. ഇറാന് 200 വിമാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവയെല്ലാം നഷ്ടമായെന്നും ട്രംപ് അവകാശപ്പെട്ടു. അവരുടെ റഡാറുകൾ, ആയുധ നിർമ്മാണ ശേഷി തുടങ്ങിയവയെല്ലാം ദുർബലപ്പെടുത്തി. 4 മാസം മുൻപുള്ള ഇറാനല്ല ഇപ്പോഴത്തേത്. ഈ 4 മാസം കൊണ്ട് അവരെ ശിലായുഗത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. എങ്കിലും അവർക്ക് ഇപ്പോഴും ചില മിസൈലുകളും ശേഷികളും ബാക്കിയുണ്ട്. ഇക്കാര്യം സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാനിലെ കപ്പൽശാല പരിപാലന കേന്ദ്ര ആക്രമണത്തിൽ തകർത്ത യുഎസ് സൈന്യം, അതായത് ഇറാനിലുണ്ടായിരുന്ന അവരുടെ കപ്പൽശാലയാണ് ആക്രമിച്ച് തകർത്തത്. യുഎസ് സൈന്യം, അതായത് ബന്ദർ അബ്ബാസ് തുറമുഖത്തെ അന്തർവാഹിനി കപ്പൽ പരിപാലന കേന്ദ്രത്തിന് നേരെയാണ് അമേരിക്കൻ സൈന്യം കടൽ ഡ്രോണുകൾ ഉപയോഗിച്ചത്. 3 കോർസെയർ ഡ്രോണുകളാണ് ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചതെന്നാണ് യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത്. കടൽ പരപ്പിലൂടെ സഞ്ചരിക്കുന്ന ആളില്ലാ വാഹനങ്ങളാണ് കോർസെയർ ഡ്രോണുകൾ. ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ഇടിച്ചു തകരുന്ന തരത്തിലുള്ള ഇത്തരം വൺ വേ അറ്റാക്ക് ഡ്രോണുകളെ ആദ്യമായാണ് അമേരിക്ക പ്രയോഗിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ തന്നെയാണ് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുകയാണ് എന്ന പ്രഖ്യാപനം കൂടി ട്രംപ് നടത്തിയത്. അമേരിക്ക ഇനി മുതൽ ഹോർമുസ് കടലിടുക്കിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടും എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഈ മേഖലയിൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ ചരക്കു കപ്പലുകളിൽ നിന്നും 20% തുക ഈടാക്കുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. ഹോർമുസ് അടച്ചുവെന്ന ഇറാന്റെ പ്രഖ്യാപനത്തെയും ട്രംപ് പാടെ തള്ളിക്കളഞ്ഞു. ഹോർമുസ് തുറന്നിരിക്കുകയാണെന്നും അത് ഇനിയും തുറന്നു തന്നെ ഇരിക്കുമെന്നും ഇറാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഈ നീക്കങ്ങൾ നടത്തുന്നതെന്നും ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ, ഒമാൻ എന്നിവിടങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാനുമായുള്ള ഈ സംഘർഷത്തിൽ ഇതിനകം തന്നെ 14 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നും 400-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. പുതിയ ആക്രമണങ്ങൾ മേഖലയിൽ സമാധാന ശ്രമങ്ങളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്.